മുഖ്യ, വളരെ പ്രധാനപ്പെട്ട മത്സരമാണ്. ഉത്തരം കിട്ടാത്ത എല്ലാത്തിനും വെറുതെ അങ്ങ് ചിരിച്ചു കൊടുത്താൽ മതി. മൈക്ക് കേടായാൽ പോലും പോട്ടെന്ന് വിചാരിക്കണം. 5 വർഷത്തിനിടെ മലപ്പുറം ജില്ലയിൽ നിന്നും 150 കിലോ കള്ളക്കടത്ത് സ്വർണവും 123 കോടി ഹവാല പണവും പോലീസ് പിടിച്ചെടുത്തു. മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്തത് കേസൻ എന്ന PR ഏജൻസിയാണ്. അഭിമുഖവേളയിൽ ഏജൻസിയുടെ 2 പ്രതിനിധികളും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഇപ്പൊ കേട്ടതിലോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുണ്ട്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയന് പോലും ഒരു PR ആവശ്യം വന്നില്ലേ? പിന്നെ പണ്ടേ വീട്ടിൽ നിന്നൊക്കെ എഴുതി കുറിച്ച് വന്ന് ഇവിടെ വരുന്ന വായിക്കുന്ന കണ്ടപ്പോഴേ നമുക്കറിയാമായിരുന്നു ഇത് PR ആണെന്ന്. PR-ഓ? എനിക്കോ? എന്നെ ഈ നാടിനറിയില്ലേ? ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുമായി നടന്ന എനിക്ക് ആരുടെയും ഉപദേശം തേടേണ്ട ആവശ്യമില്ലെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. 4 കൊല്ലം മുന്നേ ചോദിച്ചപ്പോഴും ഈ കത്തിയും വടിവാളും ഒക്കെ തന്നെയായിരുന്നു മറുപടി. ഈ ഹിന്ദു പത്രത്തിൽ പിന്നെ അടിച്ചു വന്നത് എന്താ? കുതിച്ചോട്ട കണക്കാ. ബുക്കിന് വേണ്ടി PR ഏജൻസി സമീപിച്ച പ്രകാരമുള്ള ഇന്റർവ്യൂ കൊടുത്തതെന്ന് ഹിന്ദു പറഞ്ഞല്ലോ. പ്രതിപക്ഷം കുറച്ചും കൂടി സഭ്യമായി സംസാരിക്കണം. എന്റെ ദേവകുമാറിന്റെ മകൻ, ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടി സുബ്രഹ്മണ്യൻ, അവനൊരു ഇന്റർവ്യൂ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനങ്ങ് സമ്മതിച്ചു. വിവാദങ്ങൾ അലക്കി വെളുപ്പിക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് അത് വിട്. BJPയെ സന്തോഷിപ്പിക്കാനും മലപ്പുറം ജില്ലയും അവിടുത്തെ ജനങ്ങളെയും ദേശവിരുദ്ധരായി മുദ്രകുത്താനുമല്ലേ താങ്കൾ ഈ പരാമർശം നടത്തിയത്? അത്തരമൊരു പരാമർശം ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പോയതിനു പുറമെ അത്തരമൊരു പ്രസ്താവന എഴുതി നൽകിയത് ആരാണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടല്ലേ എന്റെ പ്രസ് സെക്രട്ടറി ഹിന്ദുവിന് ഒരു കത്ത് നൽകിയത്. ഹിന്ദുവിന്റെ മറുപടി വന്നപ്പോഴല്ലേ നിങ്ങൾക്ക് PR ഉണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നാണമുണ്ടോ? സ്വന്തമായിട്ട് പബ്ലിക് റിലേഷനും ആ വകുപ്പിൽ കുറെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിട്ട് സ്വകാര്യ PR ഏജൻസി സമീപിക്കാൻ ഇതിനേക്കുള്ള പൈസ ഏത് അക്കൗണ്ടിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് തമ്പുരാൻ അറിയാം. അങ്ങനെ ഒരു ഏജൻസിക്ക് വേണ്ടി ഞാനോ എന്റെ സർക്കാരോ ഒരു പൈസ പോലും ചെലവഴിച്ചിട്ടില്ല. ഒരു ഏജൻസിയുമായി എനിക്ക് ബന്ധമില്ല. ആരെയും ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. PV അൻവർ അഴിച്ചുവിടുന്ന ആരോപണങ്ങളിൽ പതറി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. കൂടുതൽ പതറിപ്പിക്കരുതേ എന്ന് എനിക്ക് പറയാം. അൻവറിനൊന്നും പറയാനില്ലേ? സോറി, എനിക്ക് ഒറ്റയ്ക്ക് മാസ് കാണിക്കാനാണ് ഇഷ്ടം. അതെ, നിങ്ങളുടെ ഈ മാസ് കാണാനും ഈ ആക്കിച്ചിരി കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. ഇപ്പോഴും മലപ്പുറം ദേശവിരുദ്ധ പരാമർശം ആരുടെ അറിവോടെയാണ് കൊടുത്തതെന്ന് വ്യക്തമാക്കുന്നില്ല. എനിക്ക് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നോക്കി അവിടെ നിൽക്ക്. അതുകൊണ്ട് മാത്രം ഡാമേജ് ആയി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത്. ചേട്ടാ, മുഖ്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ആഡ് ചെയ്തേക്കണേ, ഒന്ന് കൊഴുക്കാന്. ഞാൻ ചെറിയൊരു PR ആണേ.